രാഹുൽ വിജയൻ കൂടി ചേരുന്നുണ്ട്. രാഹുൽ ചേരുന്നത് ഇന്ദിരയുടെ വീട്ടിൽ നിന്നാണ്. രാഹുൽ, ആ നാട്ടുകാർ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്ന് ഇന്നലെയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്താണ് അവസ്ഥ? സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ഉള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് 10 മണിയോട് കൂടിയാണ് ഇന്ദിരയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനു മുമ്പ് ഇത് നമ്മളോടൊപ്പം ചേരുന്നത് മരിച്ച ഇന്ദിരയുടെ സഹോദരനാണ്. ഇന്നലെ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തിന് പറയാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലത്തെ ഒരു സമരത്തെ മൃതദേഹം നഗരമധ്യത്തിൽ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തെ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല, അനുകൂലിക്കുന്നില്ല. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ആരോപണം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയല്ലേ? രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ലായിരുന്നു. പ്രതിഷേധം അത്യാവശ്യമായിരുന്നു. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നാട്ടിലേക്ക് ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാനായിട്ട് പ്രതിഷേധത്തിന് നമ്മൾ സമ്മതിച്ചതാണ്. എന്നിരുന്നപ്പോലും അവർ ഈ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ബലമായിട്ട് കൊണ്ടുവരുന്നതിനോടൊന്നും നമുക്ക് യോജിപ്പില്ല. ഇപ്പം ഞങ്ങൾ നമ്മുടെ ആരെങ്കിലും ഒരു സഹോദരിയോ സഹോദരനോ അല്ലെങ്കിൽ ഭാര്യയോ അമ്മയോ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഷമങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച്, ബന്ധുക്കളെ സംബന്ധിച്ച്, ഏത് ബന്ധുക്കളെയാണെങ്കിലും സംബന്ധിച്ചുണ്ടാവില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇവരിങ്ങനെ ഇത്രയും നിഷ്ക്രൂരമായിട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഈ പ്രതിഷേധക്കാർ പറഞ്ഞിരുന്നത് ബന്ധുക്കളൊപ്പം ഞങ്ങളുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ്. ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞ് ഞാനുണ്ടായിരുന്നു. നമ്മൾ ഈ സംഭവം അറിയുന്നില്ല. ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കൊന്നത്തടിയിലാണ് താമസിക്കുന്നത്. കൊന്നത്തടിയിൽ നിന്ന് ഞാൻ വന്ന് ഇവിടെ വരുമ്പോൾ ഈ സംഭവം എന്നാന്ന് അറിയുന്നതിന് മുമ്പാണ് ഈ മൃതദേഹം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പുറകെ ഞാൻ ബലമായിട്ട് ഞാൻ അവരുടെ കൂടെ പോയി അവിടെ ചെന്നപ്പോഴും നമ്മൾ ഈ കഥ അറിയുന്നില്ല. പിന്നീട് ഈ രാഷ്ട്രീയത്തിൻ്റെ സംഭവം നമ്മൾ അറിയുന്നത്. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്നൊരു മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ ഗുണ്ടായി പാർട്ടിയാണ് കാണിച്ചത്. പോലീസുകാർ അങ്ങനെ കാണിച്ചെന്ന് പറയാനില്ല. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അവിടെ വെയിലത്ത് കൊണ്ടുവന്ന് 5-6 മണിക്കൂർ വെച്ചു. അതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. ഞാനന്നേരം പറഞ്ഞു മോർച്ചറി വേണമെന്ന് പറഞ്ഞു. മോർച്ചറി അവർ കൊണ്ടുവന്ന് വെച്ചു. മോർച്ചറി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ മൃതദേഹം വിട്ട് കിട്ടണമല്ലോ, ഇത്രയും നേരമായില്ലേ. അപ്പോൾ മൃതദേഹം വിട്ട് കിട്ടാനൊരു ഒരു MLA ഒക്കെ നമുക്ക് ഒത്തുതീർപ്പിന് ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്നേ. MLA അടക്കം കളക്ടറോട് ആവശ്യപ്പെട്ടു, നമുക്ക് മൃതദേഹം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ചർച്ചയ്ക്കുള്ളൂ എന്ന് പറഞ്ഞായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് ബന്ധുക്കളടക്കം നീങ്ങുന്നു? ഇല്ല, ഇനി പ്രതിഷേധത്തിൽ നീങ്ങുന്നില്ല. സ്മിത, പ്രവിത, ഇതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അവർ പ്രധാനമായും പറയുന്നത് മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ളതാണ് മരിച്ച ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് ഇപ്പോൾ എന്തായാലും 24-നോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിഷേധങ്ങൾക്ക് അവർ എതിരല്ല, ഒരു തരത്തിലും പ്രതിഷേധങ്ങൾ വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്നലെ ബലമായിട്ട് മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോയി കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും നടത്തിയ പ്രതിഷേധം അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല ഈ മൃതദേഹം മണിക്കൂറുകളോളം പൊരിവെയിലത്ത് വെച്ചിരുന്നു. പിന്നീട് ഈ ബന്ധുവിന്റെ സഹോദരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഒരു മൊബൈൽ മോർച്ചറി അങ്ങോട്ടേക്ക് കൊണ്ടുവരികയും അതിനകത്ത് മൃതദേഹം വെക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്നുള്ളതാണ് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഈ സുരേഷ് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ പ്രതിഷേധം ഇന്നലെ കോതമംഗലം നഗരത്തിൽ കണ്ട ആ വലിയ പ്രതിഷേധത്തോട് ഒരു തരത്തിലും ഈ ബന്ധുക്കൾ യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ആ ചർച്ചകൾക്കൊക്കെ മീതെ ഇത്തരമൊരു പ്രവൃത്തി കാണിച്ചത് എന്തിനായിരുന്നു? അത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയാണ് അത്തരമൊരു പ്രതിഷേധത്തിലേക്ക് പോയത്. ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ബന്ധു ഈ ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വരെ പറഞ്ഞിരുന്നത് നേരെ ഇപ്പോൾ കോൺഗ്രസിനും UDFനും എതിരായി വരുന്ന ഒരു പ്രതികരണമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇനി മറ്റു പ്രതിഷേധങ്ങൾക്കോ പ്രത്യക്ഷ പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ സമരങ്ങൾക്കോ ഈ ബന്ധുക്കൾ ആരും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഇന്ദിരയുടെ സഹോദരൻ ഇപ്പോഴെന്തായാലും 24-നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നാട്ടുകാർക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട്. അവരിനി ഏത് തരത്തിലാണ് ഈ വനംവകുപ്പിനെതിരെയും ഒക്കെ ഒരു പ്രതിഷേധം നടത്തുക എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഈ ബന്ധു ഇന്ദിരയുടെ സഹോദരൻ നടത്തിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത രീതിയിലാണ് കോതമംഗലം നഗരമധ്യത്തിൽ മൃതദേഹം വെച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തിയത്. അത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങളുമായി ഇന്ദിരയുടെ വീടിന് മുന്നിൽ നിന്നാണ് ചേർന്നത്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും. വലിയ പ്രതിഷേധങ്ങളിലേക്കൊന്നും ഇനി കടക്കുന്നില്ല എന്നാണ് ഇന്ദിരയുടെ സഹോദരൻ പറഞ്ഞതും, അല്ലേ?